ഈ ലില്ലിച്ചെടി നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. കാരണം ദേ തിന്ന് തീർത്തുകൊണ്ടിരിക്കുക ഈ കാണുന്നവരെല്ലാം കൂടെ. ഇവിടെ ഇങ്ങനെ നിന്നിരുന്ന ലില്ലിച്ചെടിയെല്ലാം തിന്ന് തീർക്കണമെങ്കിൽ ഇവന്മാരാരായിരിക്കുമെന്ന് ഞങ്ങളൊന്ന് അന്വേഷിച്ചു. ചിത്രശലഭമാണെന്ന് വിചാരിച്ചിരുന്ന ഞങ്ങളെ തിരുത്തി തന്നത് നമ്മുടെ സ്വന്തം ജെമിനിയാണ്. ഇത് ചിത്രശലഭമല്ല, നിശാശലഭമാണത്രേ. ലില്ലി മൂത്തെന്നറിയപ്പെടും. കാരണം ഈ ലില്ലിയെല്ലാം തിന്ന് തീർക്കുമല്ലേ. അങ്ങനെ തിന്ന് തീർത്തിട്ട് ഇവരെല്ലാം മണ്ണിൽ കൂടെ കുഴിയും കൂടെ കുഴിക്കുന്നു. ഇത് വളരെ വെറൈറ്റിയാണ്. ലില്ലിയൊക്കെ തിന്നിട്ട് മണ്ണിൽ കിടന്ന് കുഴിയുണ്ടാക്കും. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. ഈ കുഴിക്കകത്ത് കിടന്ന് പ്യൂപ്പയൊക്കെ ആയിട്ട് വിരിഞ്ഞിറങ്ങി വരുമ്പം എങ്ങനെ ഉണ്ടായിരിക്കും എന്നറിയാവോ? ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ടുണ്ടാകും. ശത്രുക്കളായ പക്ഷികളിൽ നിന്നും മറ്റും രക്ഷപ്പെടാനാണ് ഇവർ ഈ മണ്ണിൽ, അതായത് സോഫ്റ്റായ മണ്ണിൽ ചെന്നിട്ട് കുഴിയുണ്ടാക്കി അതിനുള്ളിലൊരു ചെറിയ ഉറയുണ്ടാക്കി ഒളിച്ചിരിക്കും. പ്യൂപ്പേഴ്സിൻ്റെ സമയമാണിത്. അവിടെ കിടന്നത് പ്യൂപ്പയായിട്ട് മാറിയിട്ട് നിശാശലഭമായിട്ട് വിരിഞ്ഞിറങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പുതിയ പുഴുവിൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.